ദ സ്വീറ്റ്നെസ് ഓഫ് ഫർഗിവ്നെസ്, ഇത് ക്ഷമിക്കുന്നതിൻ്റെ മാധുര്യം. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ക്ഷമിക്കുക എന്ന്. ദൈവം തമ്പുരാൻ നമ്മളെ ഉപദേശിച്ചിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് കമാൻഡ് ഈസ് ക്ഷമിക്കണം. ദൈവം സ്നേഹമാണ്. സ്നേഹം ഉണ്ടെങ്കിൽ ഈ പരിപാടി ഒന്നും ഇല്ല കേട്ടോ, നമുക്ക് ദേഷ്യമോ ഒന്നും വരത്തില്ല. ഈ സ്നേഹം എന്ന് പറയുന്നതിനെക്കുറിച്ച് അതൊന്നും എടുക്കാം നമുക്ക്. ആ സ്നേഹത്തെക്കുറിച്ച് സത്യം പറഞ്ഞ ഒരു നല്ല പ്രവചനം ഇല്ല വേദപുസ്തകം. നമുക്ക് ഒന്നേ പറയാനൊക്കത്തുള്ളൂ, യേശു സ്നേഹമാകുന്നു. അത് പിക്ചർ ചെയ്ത് അത് എഴുതണമെങ്കിൽ ഈ ലോകത്തിലെ സകല പുസ്തകത്തിനും സാധിക്കത്തില്ല. അതുപോലെ നമുക്ക് മനസ്സിലാകാത്തൊരു പോയിൻ്റാണ് സ്നേഹം. എന്നാൽ ഈ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിൽ ദൈവം എന്നെ തൊട്ട ഒരു ചെറിയ ഭാഗം സ്നേഹത്തെക്കുറിച്ച് ഇങ്ങനെയാണ്. 1 കൊരിന്ത്യർ 13 ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താള് മാത്രമേ. ശരിയല്ലേ? അതായത് നമ്മൾ ഒരമ്മ മകനെ അഡ്വൈസ് ചെയ്യാന്നിരിക്കട്ടെ, അല്ലെ ഒരമ്മ മരുമകളോട് മകനോട് സംസാരിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ മറക്കും, അവർ പിന്നെ സ്നേഹമാണ്. മരുമകളോടൊന്ന് പറഞ്ഞു നോക്കിക്കേ, 20 വർഷം കഴിഞ്ഞാൽ ഒരു മറക്കൂല. സ്വന്തം അമ്മയാണ്, ഒരു കുഴപ്പമില്ല. കാരണം സ്നേഹമില്ല. അതുകൊണ്ട് പറയാൻ പേടിയാണ്. അറിയാൻ വയ്യാത്തൊരു വ്യക്തിയോട് എന്ന് പറയണമെങ്കിൽ 100 വട്ടം ചോദിക്കുക എങ്ങനെ അത് പറയണമെന്ന്. പണ്ടൊക്കെയാണ് നല്ല ധൈര്യമായിട്ട് വിളിച്ചു പറയാം, എനിക്ക് പറയാൻ കഴിവുള്ള വ്യക്തിയാണ്. പക്ഷെ ഇപ്പോൾ അത് നിർത്തിവെച്ചു, പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നേരത്തെ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുക, പക്ഷെ അത് പറയണമെങ്കിൽ അതിനൊരു അവസരം തരണം. പിന്നെ ആരും ഇല്ലാത്ത ഒരു സാഹചര്യം തന്നെ. ഇതൊക്കെ നമ്മൾ ചോദിച്ചിട്ട് വേണേൽ ഇപ്പോൾ പറയത്തുള്ളൂ, അല്ലെ പറയൂല. മൗനം വിദ്വാന് ഭൂഷണം എന്ന് പറഞ്ഞ് തിരിഞ്ഞു. പക്ഷെ ചിലപ്പം ദൈവത്തിന് ദേഷ്യം വരും, പറയേണ്ടത് പറയാതിരുന്നാലും. കർത്താവ് പറയുന്നത് സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കുക, സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. ഈ സ്നേഹമുള്ളിടത്ത് ക്ഷമയുടെ ആവശ്യമില്ലല്ലോ. സ്നേഹമുള്ളിടത്ത് നമുക്ക് ക്ഷമിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളവരുടെ ഇപ്പോൾ 3 വയസ്സുള്ള ഒരു കൊച്ച് അമ്മയിട്ട് അടിച്ചെന്ന് വിചാരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിട്ട് അടിച്ച്. അത് വിചാരിക്കുന്നത് നമുക്കത് വേദനിക്കത്തില്ലെന്നാ. കുറച്ച് കഴിയുമ്പോൾ അത് നമ്മളെ കെട്ടിപ്പിടിക്കും. നമ്മൾ മുമ്പേ അടിച്ചതെല്ലാം നമ്മൾ മറന്നിട്ട് അതിനെ കെട്ടിപ്പിടിക്കും. അതേസമയം 16 വയസ്സുള്ളൊരു കൊച്ച് നമ്മളെ അടിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇവനെന്തിനാ എന്നെ അടിച്ചതെന്ന്. പിന്നെ അവൻ കെട്ടിപ്പിടിച്ചാലും നമുക്ക് സംശയം വരും, ഇവനെന്തിനാ ഇപ്പോൾ എന്നെ സി ദാറ്റ്സ് ഹൗ യു ലുക്ക് അറ്റ് ഇറ്റ്. ആരാണ് എന്നോട് ഉപദ്രവം ചെയ്തത്? അതെൻ്റെ സ്നേഹമുള്ള അടുത്തുള്ളവരാണ് എന്നെ നല്ലതായിട്ട് ഹേർട്ട് ചെയ്യും. റോഡിൽ കൂടെ പോകുകയാണെങ്കിൽ അവനെ പേപ്പട്ടി പറയുന്നല്ലോ, അവൻ പറഞ്ഞേച്ചോ കുറച്ചേച്ചോ എന്ന് പറയും. കറക്റ്റല്ലേ? അപ്പോൾ ജീവിത അനുഭവങ്ങളിൽ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ ആദ്യമായിട്ട് പറയുന്നത് സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. ഇത് ഞാനൊരു ദിവസം എടുക്കുന്നതായിരിക്കും. ദീർഘമായി ക്ഷമിക്കുക എന്നുള്ളത് ഈ ഫലങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട്. സ്നേഹത്തിൻ്റെ ഫലങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, സന്തോഷം, സമാധാനം. അത്രയും വെച്ച് നിർത്തും. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, സൗമ്യത, വിശ്വസ്തത, ഇന്ദ്രിയജയം. 9 ഫലങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അത് ഗലാത്യർ 5:22. അപ്പോൾ ഈ സ്നേഹത്തിലാണ് ഇത് തുടക്കം. സെൽഫ് കൺട്രോളിനകത്തത് ഇത് രണ്ടിനകത്താണ് ഇത് നിൽക്കുന്നത്. പക്ഷെ ഇവിടെ സ്നേഹം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് സ്നേഹം ദീർഘക്ഷമയുണ്ടെന്ന്. ആർക്കാ ഉള്ളത്? ഏതെങ്കിലും ഒരു ഭവനത്തിൽ ദീർഘക്ഷമയുള്ള വ്യക്തിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ കൂടെ ദയയും. ഞാനിന്ന് ദീർഘക്ഷമയുള്ള വ്യക്തി ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ തന്നെ ഹസ്ബൻഡ് വളരെ ക്ഷമയാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കും എങ്ങനെ ക്ഷമയോടിരിക്കുന്നതെന്ന്. പക്ഷെ 2ാം പോയിൻ്റ് ദയ. അതിനെക്കുറിച്ച് ഞാൻ സംശയിക്കും, എന്താണ് കറക്റ്റ് ആണോ ഉണ്ടോ ഇല്ലയോ അതെനിക്കറിഞ്ഞുകൂടാ. ബിക്കോസ് ദയ ഉണ്ട്, പക്ഷെ എത്രമാത്രം കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരണം. ദീർഘക്ഷമ എനിക്കില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ദീർഘക്ഷമയുള്ള ഒരാളുടെ കൂടെ ഞാൻ താമസിക്കുമ്പം പലപ്പോഴും ഞാൻ പറയും, ഇങ്ങനെ ക്ഷമയുള്ളൊരു വ്യക്തി എങ്ങനെയാണ് ഇങ്ങനെ കഴിയുന്നതെന്ന്. അതുപോലെ നമുക്ക് മനസ്സിലായി. പക്ഷേ ഈ വേദപുസ്തകത്തിൽ പറയുന്നു സ്നേഹമാണ് ദീർഘക്ഷമയെന്ന്. അപ്പോൾ അവരുടെ സ്നേഹം കൊണ്ടാണ് ഈ ദീർഘക്ഷമയെന്ന് നമ്മൾ എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ? അവന് കഴിവില്ല അഞ്ഞിട്ടോ, പ്രായമുള്ള അപ്പച്ചനാ, ഇപ്പം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ദേ ആർ കീപ്പിംഗ് ക്വയറ്റ് ബിക്കോസ് ദേ നോ ദി ആൻസർ.
പക്ഷെ ദീർഘക്ഷമ. ഈ ദീർഘക്ഷമ ഇല്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഫോർഗീവ്നെസ് അല്ലെങ്കിൽ ക്ഷമിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണെന്നും അത് ജന്മനാ ചിലർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ പഠിച്ച് പ്രാർത്ഥിച്ച് ദൈവാത്മാവിൽ പ്രാപിച്ചെടുക്കുന്നുണ്ട്. അതാണ് അതിലൊരു എക്സാമ്പിളാണ് ഞാൻ. കാരണം എനിക്ക് ദേഷ്യം എന്ന് പറഞ്ഞാൽ വലിയ ദേഷ്യമുള്ള വ്യക്തിയാണ്. പക്ഷേ ആ ദേഷ്യം എങ്ങനെ ദൈവം മാറ്റിയിട്ട് ദൈവത്തിന് വേണ്ടിയുള്ള ഒരു സ്വഭാവമാക്കി അത് മാറ്റിയെടുക്കാൻ കാലങ്ങളെടുത്തു. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുന്ന പരിശുദ്ധാത്മ. ഫോർഗിവ്നെസ് ഈസ് ദ വർക്ക് ഓഫ് ഗോഡ്. The fruit, the freedom, the life we get is obtained by the blood of Jesus Christ. ഈ forgiving character യേശുവാണ് ഇട്ട് തരേണ്ടത്. അത് കർത്താവ് ക്രൂശിൽ കിടന്നപ്പോൾ കർത്താവ് വിളിച്ചു പറഞ്ഞൊരു പോയിന്റ്, ദൈവമേ പിതാവേ ഇവരെന്ത് ചെയ്യുന്നെന്നറിയായി. അതായത് മരിക്കുന്നതിന് മുൻപ് ക്ഷമയും ചോദിച്ചു. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. ദാറ്റ് ഈസ് ദി പാരമൗണ്ട്. അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഫോർഗീവ്നെസ് ക്യാരക്ടർ അതെവിടെയുണ്ട്? നമ്മുടെ ഭവനങ്ങളിലുണ്ടോ? സഭകളിലുണ്ടോ? കൂട്ടായ്മയിലുണ്ടോ? ഒരു ചെറിയ മീറ്റിങ്ങിലുണ്ടോ? എങ്ങുമില്ല. പിന്നെ നമ്മൾ മിണ്ടാതിരിക്കും, വഴക്കുണ്ടാക്കണ്ടെന്ന് വെച്ചാൽ. അതല്ല ഈ പോയിന്റ്. ഫോർഗീവ് as though they never did anything wrong. അതൊക്കെ നമ്മൾ കേൾക്കണം. ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല. ഇത് പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഏതോ ഉന്നത പദവിയെ കയറ്റാണ്. അപ്പം കർത്താവ് ഒരു ബ്ലഡ് കവനൻ്റ് ചെയ്തു വെച്ചിരിക്കുക. എന്തിനാണ്? നിങ്ങളുടെ പാപത്തിന് വേണ്ടി ഞാൻ എൻ്റെ രക്തം ചൊരിഞ്ഞതിനാൽ നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം ക്ഷമിക്കണം, നിന്നോട് തന്നെ ക്ഷമിക്കണം. നമുക്ക് നമ്മളെ തന്നെ ക്ഷമിക്കാൻ അറിഞ്ഞുകൂടാ. നമ്മളെ തന്നെ കഠിനമാക്കുന്നത് കൊണ്ടാണ് നമുക്ക് മറ്റുള്ളവരോട് ക്ഷമ കാണിക്കാൻ വയ്യാത്തത്. ഹൃദയത്തിൽ നമുക്ക് ശാന്തതയില്ല. പലപ്പോഴും വേറൊരാളോട് ദേഷ്യപ്പെടുന്ന വ്യക്തിയെ ഒന്ന് അനലൈസ് ചെയ്യാമെങ്കിൽ ദേ ഹേർട്ട് ഡീപ്ലി അറ്റ് ഹോം. ഒന്നിയിൽ ഭാര്യയോ അപ്പനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവരോ വേദനിപ്പിച്ചതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് പുറത്ത് കാണുന്നത്. സോ ദ ഹൗസ് ഷുഡ് ബി ദ ഹേവൻ ഓഫ് ഗോഡ്സ് ലവ്. അത് തനിയെ വരത്തില്ലേ, അത് വളരെ ശ്രദ്ധിക്കണേ. പ്രയാസങ്ങൾ വരുമ്പം, പ്രശ്നങ്ങൾ വരുമ്പം അത് ശാന്തമാക്കി മാറ്റാൻ ഒരു കൃപ ചോദിച്ചു വാങ്ങിക്കണം. അപ്പം എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്നൊരു ചോദ്യം യേശുവിൻ്റെ അടുക്ക് ചോദിക്കുന്നുണ്ട്. അവർ ഇതാ പറയുന്നത്, എത്ര പ്രാവശ്യം? 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ എന്ന് ചോദിക്കുമ്പം അതാ പറയുന്നില്ല, 7 അല്ല 7 70 വട്ടം. അപ്പോൾ എത്ര? 490 പ്രാവശ്യം ലിറ്ററലി. അപ്പോൾ ഈ 490 പ്രാവശ്യവും ഇത് എക്സാമ്പിൾ എടുക്കുകയാണ്. 10 പ്രാവശ്യം ഒരേ കാര്യം ഒരേ കുറ്റം വന്ന് ചെയ്ത് നമ്മൾ ക്ഷമിച്ചു കൊടുത്തു. പക്ഷേ 490 പ്രാവശ്യം ഒരേ ബലഹീനതയും കൊണ്ട് വന്നാൽ ഞാനങ്ങനെ ക്ഷമിക്കൂല. നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ നല്ലത് തന്നെ. നമുക്ക് പിന്നെ ആ വ്യക്തിയെ കാണുമ്പോൾ ദേഷ്യം വരും. പക്ഷെ ദൈവം പറയുന്നത് അതുമല്ല, എന്നേക്കുമായിട്ട് നമ്പറില്ലാതെ ക്ഷമിക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ക്ഷമയുടെ ക്യാരക്ടർ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലല്ലാതെ ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് യേശു ക്രൂശിൽ കിടന്നിപ്പം പറഞ്ഞത്, ദൈവമേ പിതാവേ ഇവർ നമ്മളോട് നമുക്ക് വേണ്ടി അന്ന് പ്രാർത്ഥിച്ചത്, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണം. കാരണം അവരുടെ അന്തരാത്മാവ് തുറന്നിട്ടില്ലല്ലോ. അവർ വിചാരിക്കുന്നത് ഒരു മനുഷ്യൻ ദൈവമാണെന്ന് വിളിച്ചു പറയുന്നത് ഇതിൽ കൂടിയ പാപം എന്തുവാ? സോ ബ്ലാസ്ഫെമി അല്ലേ? അങ്ങനെയല്ലേ അവർ ചിന്തിക്കുന്നത്. അത് പിശാചാണ് ഇട്ടെന്ന് അവർ ചിന്തിക്കുന്നുണ്ടല്ലോ. ഇതുപോലെയല്ലേ കുടുംബങ്ങളിലെ കലഹങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാരിലെ കലഹങ്ങൾ. അപ്പം നമുക്കിപ്പോൾ പോയിൻറ്റ് ബ്ലാങ്കായിട്ട് ഞാൻ ഒരു പോയിൻ്റ് പറയുകയാണ്. ഇത് ചെയ്യാവുന്നവർക്ക് ചെയ്യുക. നമ്മൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ദൈവമേ നിന്നെ കൊണ്ട്, നിൻ്റെ ആത്മാവിനെ കൊണ്ട്, നിൻ്റെ സ്നേഹം കൊണ്ട് അറിയും. വൈകിട്ടാകുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ പ്രവൃത്തി കൊണ്ട് ആരോടെങ്കിലും ദൈവമേ വെറുപ്പുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണം. അതല്ല അവർക്ക് എന്നോട് വെറുപ്പ് തോന്നിയെങ്കിലും ഞാൻ അവർക്ക് വേണ്ടി ക്ഷമ ചോദിക്കുന്നു. ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കും. ഇതൊരു വിടുതലാണ്. ഇത് ചെയ്താൽ പലർക്കും രോഗസൗഖ്യം വരും. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും. ഞാൻ പ്രാക്ടിക്കലായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. പല രോഗത്തിൻ്റെയും മെയിൻ കാരണം പുറമേയുള്ളത് ദൈവത്തിൻ്റെ സ്നേഹം ഉൾക്കൊള്ളാതെ മറ്റുള്ളവരുടെ വിദ്വേഷത്തിൽ നമ്മൾ അവരെക്കാട്ടി ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം അവർ പ്രവർത്തിക്കുന്നത് പിശാചിന് അടിമയായിട്ടാണ്. പക്ഷെ നമ്മളത് അവരെ ആട്രിബ്യൂട്ട് ചെയ്തിട്ട് നാശം, അവൻ്റെ നിലനിൽപ്പ് എനിക്ക് ഇഷ്ടമില്ലെന്ന് തോന്നിപ്പിക്കത്തൊക്കെ പിശാച് കളിക്കും. എന്ത് സംഭവിക്കും? നമുക്കൊന്നും ചെയ്യാൻ വയ്യാത്തത് നമുക്ക് രോഗമായി മാറും. അത് രോഗവും അൺഫോർഗീവ്നെസ്, ക്ഷമിക്കാത്തതും തമ്മിൽ കണക്ഷനുണ്ട്. ക്ഷമിക്കണം. യേശു ക്രൂശിൽ കിടന്ന് എനിക്ക് ക്ഷമിക്കുന്ന ക്യാരക്ടർ ഇല്ല, ഉള്ള സത്യം ഞാൻ വിളിച്ചു പറയും. പക്ഷെ ഞാൻ ക്ഷമിക്കുന്നുണ്ട്. കാരണം
പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ മുമ്പോട്ട് നീങ്ങാൻ വയ്യാത്തപ്പോൾ ഞാൻ പറയും, എനിക്ക് ആ വ്യക്തിയോട് ദേഷ്യം ഉണ്ട് കർത്താവേ, എനിക്ക് ക്ഷമിക്കാനും തോന്നുന്നില്ല, പക്ഷേ നീ ക്ഷമിക്കണമെന്ന് ഒരു കമാൻഡാണ് ദൈവത്തിൻ്റെ, ചെറിയ കാര്യമല്ല, ദൈവം ഓർഡർ തന്നിരിക്കുക, പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ അതനുസരിച്ചിട്ട് അവരോട് ക്ഷമിക്കുന്നു, ഞാൻ മറക്കുന്നു. അങ്ങനെ ഒരാഴ്ച പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എന്നെ വിടുതലാണെന്നറിയാമോ? മിക്ക രോഗങ്ങളുടെയും മൂലകാരണം ക്ഷമിക്കാത്ത ഹൃദയമാണ്. നമ്മളോട് തന്നെ ക്ഷമിക്കണേ. നമ്മളും പറയും, അയ്യോ ഞാനത് ചെയ്തു പോയി. ക്ഷമിക്കുന്നേ, ദൈവം കേട്ടെന്നേ നമ്മുടെ ബലഹീനത. നമ്മളോട് ക്ഷമിക്കുക. പിന്നെ ദൈവത്തോട് മറുത്ത് നിൽക്കരുത്, ദൈവത്തോട് ക്ഷമിക്കുക, സഹോദരി സഹോദരന്മാർ ക്ഷമിക്കുക. എന്നിട്ട് എൻജോയ് ദ ഡെയിലി ഗുഡ്നെസ് ഓഫ് ദ ലിവിങ് ഗോഡ്. നമുക്കത് അത്യാവശ്യം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ക്ഷമയുടെ ഒരു വാക്ക് പറഞ്ഞാൽ തന്നെ നിൻ്റെ മുഖത്തേക്ക് മാത്രമേ നോക്കാൻ ഞങ്ങൾക്കുള്ളൂ. ക്ഷമ ആര് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ സ്വയമേ ആരും ക്ഷമിക്കത്തില്ല. ചിലർ ക്ഷമിക്കും, ജന്മന അങ്ങനെ ഒരു ക്യാരക്ടർ ഉള്ളതുകൊണ്ട്. പക്ഷേ അത് പരിശുദ്ധാത്മ ഇട്ടുകൊടുത്താൽ, അല്ല അവരുടെ കഴിവുകൊണ്ടല്ല. ക്ഷമ അത് കഴിയുമ്പം ദയ കാണിക്കുക. എത്ര പേര് ദയ കാണിക്കുന്നുണ്ട്? ക്ഷമിക്കുന്നു, അവനെ ഇനി അവനുമായിട്ട് ഒരു ബന്ധവും വേണ്ട, ഇനി അവനെ മാറ്റി നിർത്തിയിരിക്കുന്നു എന്ന് പറയും, അത് മാറിപ്പോട്ടെ. പക്ഷെ അവനോട് ചെന്ന് ദയ കാണിക്കാൻ ഇതുവരെ അത് സാധിക്കുന്നില്ല കർത്താവേ, അത് സാധിക്കുന്നില്ല എന്ന് സത്യം വിളിച്ചു പറയുന്നു. ആ ദയ എങ്ങനെ കാണിക്കാൻ ഒരു വഴിയും തുറന്നു തരുന്നില്ല. ആ പിശാച് അത് അടച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടുന്ന് ജീവനദി ഒഴുക്കിയിട്ട് കർത്താവ് മുൻപേ പോയി വഴി ഒരുക്കിയാൽ ഞങ്ങൾ റെഡിയാണ് ക്ഷമ ചോദിക്കാനും ദയ കാണിക്കാനും. നിൻ്റെ ദയയല്ലാതെ വേറൊരു ദയയ്ക്കും കാര്യമില്ല കർത്താവ്. ആ കൈൻഡ്നെസ്, ആ ഗുഡ്നെസ്, ആ ദയയുടെ സ്വഭാവം ഇട്ടു തരണം. ആ പുതിയ വിത്ത് ഇവിടെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് കുറേ നാളായി ഞങ്ങൾ പൂത്തി വെച്ചിരിക്കുക, ഇതുവരെ വയലിൽ പോലും ഇട്ടിട്ടില്ല. അതുകൊണ്ട് ശുദ്ധീകരിക്കണമേ ഈ വയലിനകത്തോട്ട്. വയലൊന്ന് വൃത്തിയാക്കി വെച്ച്, കല്ലുപോലുള്ള ഹൃദയം ഒന്ന് മാംസലമാക്കി വെച്ച്, ക്ഷമിക്കുന്ന വിത്തുകളും അതിൻ്റെ പുറകെ ദയയുടെ വിത്ത് ഇട്ട് കൊടുക്കുക. ദയ, കൈൻഡ്നെസ്. അർഹിക്കുന്ന ഒന്നും അല്ല അപ്പച്ച, പക്ഷെ നീ ഞങ്ങളുടെ പാപങ്ങളെയും കുറവുകളെയും എന്നും അപ്പച്ചൻ്റെ അടുക്ക വന്ന് കംപ്ലൈൻറ്റ് പറയുന്നതും നിന്നോട് സ്നേഹമില്ലാതെ പെരുമാറുന്നു, നീ ഉണ്ടെന്ന് പോലും കാണാതെ ചിലപ്പോൾ ഞങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ അങ്ങ് ക്ഷമിക്കുന്നെങ്കിൽ ഞങ്ങൾക്കും അന്യോന്യം ക്ഷമിക്കാൻ, തന്നെത്താനെ ക്ഷമിക്കാൻ, മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള പുതിയ ഹൃദയത്തിൻ്റെ വിത്ത് ഇതാ വയലിലിടുന്നു. ഈ വിത്ത് പല ഹൃദയത്തിൽ ചെന്ന് വീഴണം. അവിടെ എങ്ങും സ്ഥലമില്ല കർത്താവേ, പക്ഷെ ഒരു ചെറിയ ടെസ്റ്റ് ട്യൂബിനകത്തെങ്കിലും അത് കിളിപ്പിച്ച് അവിടെ കൊണ്ട് നട്ടുവെക്കണം. അത് കിളുത്തോളും. നീ ആവുന്ന മുന്തിരിയിലേക്ക് അതിനെ ക്രാഫ്റ്റ് ചെയ്യാൻ പോവുക. ഇനി ഞങ്ങൾക്ക് ആവശ്യം ദീർഘക്ഷമ, ദയ. സ്നേഹം, സന്തോഷം, സമാധാനം പറഞ്ഞ് കുറേയൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ദീർഘക്ഷമ, ദയ അത് ഞങ്ങൾക്ക് ഇട്ടുതരണം. അതാ വയലിലോട്ട് ഞങ്ങൾ വീണ്ടും എറിയുന്നു കർത്താവേ. നീ കാണിച്ച അതേ എക്സാമ്പിൾ. അതുകൊണ്ട് നിൻ്റെ പരിശുദ്ധാത്മ ഇറങ്ങി വന്നിട്ട് ഈ വയലിലിടുന്ന ഈ വിത്തുകൾ നൂറുമേനിയായിട്ട് വർദ്ധിക്കണം, അത് ഫലം കായ്ക്കണം. അത് ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യമാണ്. ഈ ഒരു സത്യം മനസ്സിലാക്കിച്ചു തന്നതിന് നന്ദി. ഇതോടുകൂടി പല രോഗങ്ങളും അഴിഞ്ഞു പോകുന്നു. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ അകന്നിരിക്കുന്നവർ അടുത്ത് വരുന്നു. ദൂരസ്ഥർ സമീപസ്ഥർ തമ്മിൽ നിരക്കാൻ കർത്താവിൻ്റെ രക്തം കൊണ്ട് ക്ഷമയുടെയും ദയയുടെയും ആത്മാവ് ഇപ്പോൾ ഒഴുകുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.